ഇനിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് വരുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് വേർ നമ്മളുടെ ചിന്തകളെ പുറത്തുനിന്നൊരു ഒബ്സർവറായിട്ട് ചിന്തിക്കണം. അതിനെ മെറ്റാ തിങ്കിങ് എന്ന് പറയും. അത് ഈ ബസ്സിലെ എക്സാമ്പിളായിട്ട് എങ്ങനെ പറയാന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്നുള്ളത്, അതവിടെ നടന്നോട്ടെ. അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരും, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവും എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിക്കുക കുറച്ച് ട്രിക്കി സാധനമാണ്. നമ്മളുടെ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ എൻ്റെ ബ്രെയിനിൽ ഇതുപോലത്തെ ഫ്രസ്ട്രേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പുറത്തുനിന്നൊരു ഒബ്സർവറായിട്ട് ചിന്തിക്കുക. മനസ്സിലായോ? അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോൺവെർസേഷൻ വന്നാലടക്കം നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്ത് അതൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് പാസ്റ്റ് മെമ്മറിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, പാസ്റ്റ് മെമ്മറീനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നില്ല, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളത് മറക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം അതവിടെ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ള അക്സെപ്റ്റൻസ് ആണ് മൈൻഡ്ഫുൾനെസ്.